our Shalom Prayer Group. We meet every Sunday here in St. Mary's Church Hall, which is just close by. We have praise, we have worship, we have Bible studies, we have Sunday school for our children, we have Malayalam classes for our children too. We have a lot of activities. We celebrate Christmas with carol service, we have celebrated Onam, we've had barbecues, we've got a lot of social events also. We also hope and learn that this time of being together helps us to be close as a community, to be strengthened, and to share this love and fellowship together. Now Jesus, when he started this movement, sent by God, he chose 12 ordinary people. Can you imagine that it is this 12 that started the revolution? The revolution that has never stopped. അവസാനിക്കാത്തതായിട്ടുള്ള ഒരു വിപ്ലവമാണ് 12 സാധാരണക്കാരിലൂടെ ദൈവത്തിലൂടെ ദൈവപുത്രനിലൂടെ സാധിച്ചത്. So I have a lot of confidence in ordinary people. സാധാരണക്കാരിലൂടെ പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. Share your business with God Allah. Share your business with God. It's a very important concern. It's a very important theme. ഇന്ന് അത്യാധുനിക ലോകത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തിരക്കിലാണ്. ഭയങ്കര തിരക്കിലാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വാഹനത്തിക്കൊണ്ടുള്ള ഓട്ടമാണ്. And ഭയങ്കര തിരക്ക്. Now people are studying about this. When you and I become so busy, when you find there is no time to relax, to unwind, to be quiet, what will happen is there are 12 times that Jesus took initiative to take his disciples away for rest and refreshment. Why? Alexander Chakravarti marichappo, when I die, please leave both my hands out. എൻ്റെ 2 കൈകളും പുറത്തേക്ക് ഇട്ടേക്കണമെന്ന് ഞാൻ മരിക്കുമ്പോൾ he was making a statement. Alexander the Great conquered the world, but he is now going without anything. 33 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. അവൻ ദൈവപുത്രനായിരുന്നു. തന്റെ അവസാനത്തെ വാക്കെന്തായിരുന്നു അറിയാം? എന്റെ ആത്മാവിനെ ഞാൻ തൃക്കൈയിൽ പരമേൽപ്പിക്കുന്നു. തന്നെ ക്രൂശിൽ തറയ്ക്കുവാൻ വേണ്ടി നേതൃത്വം നൽകിയതായിട്ടുള്ള ശതാധിപൻ, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. നമ്മുടെ ശ്രദ്ധയിൽ ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നാം ജീവിതത്തിന് വേണ്ടി ഒത്തിരി ബന്ധപ്പെടുന്നു. നാം എല്ലാവരും ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു, ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്നു. We are in a struggle to make a living. What about our life? Are we making a life or are we making a living? ഇത് വളരെ പ്രധാനമാണ്. Taking time with God is not a luxury. It is a necessity. Because we are human. നാം മനുഷ്യരാണ്. ശാന്തത, സമാധാനം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. അല്ലെ നമ്മൾ പാടും. അതുപോലെ തന്നെ we need time to recoup. നമ്മളുടെ ക്ഷീണിച്ച ശരീരങ്ങൾക്കും മനസ്സുകൾക്കും ആത്മാക്കൾക്കും വിശ്രമം ആവശ്യമാണ്. ഈ വിശ്രമം എന്ന് പറയുന്നത് ദൈവസന്നിധിയിലാണെങ്കിൽ നാം ശക്തി പ്രാപിക്കുകയാണ്, നാം പുതുക്കം പ്രാപിക്കുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു സമയം വേറിട്ട് ചെലവഴിച്ചു എന്ന് വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. The Lord Jesus took time to be alone. Why? Why should he? He needed this communion, this intimacy with God the Father. And
that is exactly why he said the same thing for his disciples. തന്റെ ശിഷ്യന്മാരോടും താൻ ഇത് തന്നെ പറഞ്ഞു. പിതാവുമായിട്ടുള്ള ബന്ധം പുത്രന് ആവശ്യമായിരുന്നതുപോലെ തന്നെ ശിഷ്യന്മാർക്കും ഈ ബന്ധം ആവശ്യമാണ്. ഇവരെ ജീവിതത്തിൽ നാം സന്തോഷവും സമാധാനവും സമൃദ്ധിയും അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ശാന്തത ഉണ്ടാകണം. ജീവിതത്തിന്റെ തത്വശാസ്ത്രങ്ങൾ രൂപപ്പെടുന്ന എവിടെയാണെന്നറിയാം? ദൈവവുമായിട്ടുള്ള നമ്മുടെ സാമീപ്യത്തിലൂടെയാണ്. അയൽവക്കക്കാരനെ സ്നേഹിക്കുവാനും അയൽവക്കക്കാരന്റെ ഭാരങ്ങളിലും സങ്കടങ്ങളിലും അവന്റെ നെടുവീർപ്പുകളിലും പങ്കെടുക്കുവാനുള്ള മനസ്സ് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ദൈവ സാമീപ്യം നമുക്ക് ആവശ്യം. അല്ലെങ്കിൽ നാം സ്വാർത്ഥരായിത്തീരും. അല്ലെങ്കിൽ നമ്മളിൽ അഹന്തകരം വർദ്ധിക്കും. നമ്മളിൽ ഞാനെന്നുള്ള ഭാവം വർദ്ധിക്കും. അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായി മാറും. നാം ഗർഭികളായി മാറും. ഇത് വചനം പഠിപ്പിക്കുന്നതാണ്. ദൈവത്തോട് അടുക്കും തോറും ദൈവീകത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതം ജീവിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ളത് കൂടാണ്. ലൈഫ് ഈസ് നോട്ട് ലൈക്ക് വയലിൻ. വയലിൻ പോലാണ് പറയുന്നത്. എന്നറിയാമോ? The strings have to be loosened occasionally or they will break.